അപ്പോൾ ഫ്രണ്ട്സ്, ഇത് കെട്ടിട നിർമ്മാണവുമായിട്ട് ബന്ധപ്പെട്ടൊരു വീഡിയോ കേട്ടോ. ആദ്യം തന്നെ പറയാം, ഇതിനെപ്പറ്റി ആധികാരികമായിട്ട് പറയാൻ എനിക്കറിയില്ല. അപ്പോൾ എൻ്റെ ഒരു ചെറിയ അറിവും ഞാൻ ഇത് മുന്നേ കണ്ട ഒരു ഇത് വെച്ചിട്ട് ജസ്റ്റ് ഒരു വിവരണം നിങ്ങൾക്ക് തരാം. അത്ര തന്നെ എനിക്കും അറിയുള്ളൂ. പിന്നെ ഇതിൻ്റെ അടുത്ത സ്റ്റെപ്പ് എന്താണെന്നോ അത് ഏത് രീതിയിലാണെന്നുള്ള ഒരു കാര്യത്തിനെ പറ്റിയിട്ട് എനിക്കറിയില്ല. അപ്പോൾ ഇത് എൻ്റെ ചുറ്റുഭാഗത്തായിട്ട് ഒരു 2-3 വർക്ക് ഇപ്പോൾ ഫിനിഷായി. ഇതിപ്പോൾ പുതിയൊരു 2-3 പ്രൊജക്റ്റ് ഇപ്പോൾ തുടങ്ങുന്നുണ്ട്. അപ്പോൾ അവിടുത്തെ ഇത് ഫസ്റ്റ് സ്റ്റെപ്പാണ്. ആദ്യം ഇത് ഈ കൺസ്ട്രക്ഷൻ സൈറ്റിൻ്റെ ചുറ്റും ബൗണ്ടറി ഇട്ടതിന് ശേഷമാണ് ഇവർ ഈ വർക്കൊക്കെ തുടങ്ങുന്നത്. അപ്പോൾ ഞാനിതൊരു ആകാംക്ഷയുടെ പേരിലെടുത്ത വീഡിയോ ആണ്. പിന്നെ പോലെ ഇത് കാണാൻ താല്പര്യം, ഇതെന്താണെന്ന് അറിയാൻ താല്പര്യമുള്ള ആൾക്കാരുണ്ടാവും. അപ്പോൾ ജസ്റ്റ് ഈ വീഡിയോ ഞാൻ കണ്ട് മനസ്സിലാക്കിയ 1-2 കാര്യങ്ങൾ ഞാൻ ഈ വീഡിയോയുടെ കൂടെ തന്നെ നിങ്ങൾക്ക് പറഞ്ഞു തരാം. ഓക്കെ, ആദ്യം തന്നെ ഇതിൻ്റെ എൻജിനീയേഴ്സും കാര്യങ്ങളെല്ലാം ഇപ്പോൾ സ്പോട്ടിലുണ്ട്. അവർ ഈ സ്പോട്ടൊക്കെ മാർക്ക് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഇവരിപ്പോൾ ഏകദേശം ഒരു 9 മിനിറ്റ് 8 മിനിറ്റിനുള്ളിലായിട്ട് ഈ പ്രോസസ്സിങ് കംപ്ലീറ്റ് ചെയ്യുന്നുണ്ട് കേട്ടോ. ആദ്യം തന്നെ സ്പോട്ട് മാർക്ക് ചെയ്തതിന് ശേഷം ഈ മെഷീനറിയിൽ ഘടിപ്പിച്ച അത് അവിടെ മണ്ണിൽ ഉറപ്പിച്ചതിന് ശേഷമാണ് ഈ ബിറ്റ് കൊണ്ട് അവർ ഹോളുണ്ടാക്കുന്നത്. അത് നല്ല എന്താ പറയുക, കൂടുതലായിട്ട് ലോഡ് വരുന്ന ഒരു രീതിയിലുള്ള സൗണ്ടോ കാര്യങ്ങളോ ഒന്നുമില്ല. മെഷീന് കൂളായിട്ട് തന്നെ അതിങ്ങനെ ഡ്രിൽ ചെയ്തും കൊണ്ട് വരുന്നുണ്ട്. ഇതിൻ്റെ സ്പീഡും കാര്യങ്ങളൊക്കെ ആൾ നിയന്ത്രിക്കുന്നുണ്ടാവും എന്ന് വിചാരിക്കുന്നു. ഓൾറെഡി എന്താ പറയുക, ഒരു അത്യാവശ്യം ഒരു സ്ലോലി ഇതിലായിട്ടാണ് ഇത് പോണത്. പക്ഷേ സ്മൂത്തായിട്ട് തന്നെ ബിറ്റ് മണ്ണിലേക്ക് ഇറങ്ങി ചെല്ലുന്നുണ്ട്. അതോടുകൂടി തന്നെ മണ്ണ് അതിന് സ്പേസ് ഉണ്ട്, ഇത്രത്തോളം സ്പേസ് ഉണ്ടല്ലോ, ആ സ്പേസിലെല്ലാം മണ്ണ് അടിഞ്ഞ് കിടക്കാട്ടോ ചെയ്യുന്നത്. മണ്ണ് ഇത് ബിറ്റ് റിട്ടേൺ എടുത്തിട്ട് മണ്ണ് പുറന്തള്ളൊന്നും ചെയ്യുന്നില്ല. ഈ രീതിയിൽ തന്നെ താഴോട്ട് മണ്ണിലേക്ക് ഇങ്ങനെ ആയിന്നിറങ്ങുക ചെയ്യുന്നത്. ഏകദേശം ഇതിപ്പോൾ ഫില്ലാവാനായി. അതിന് കുറച്ചും കൂടി വന്നു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ മണ്ണ് ഫുള്ള് ഇതിൽ ഫില്ലാവും. ചെറിയ രീതിയിലൊക്കെ പുറന്തള്ളുന്നുണ്ട്, നിങ്ങൾക്ക് കാണാൻ പറ്റും. ഈ ബിറ്റിൻ്റെ ഉള്ളിൽ ഒരു ദോരം ഉണ്ടെന്നുണ്ട്. എനിക്കിത് ഞാനിങ്ങനെ ഓരോന്ന് സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പായി കണ്ടപ്പോഴാട്ടോ എനിക്കിത് മനസ്സിലാക്കാൻ പറ്റും. ഇതിനെപ്പറ്റി എനിക്ക് മുന്നേ കണ്ട യാതൊരു പരിചയമോ അല്ലെങ്കിൽ ആരെങ്കിലും പറഞ്ഞിട്ടുള്ള അറിവോ ഒന്നുമില്ല. ഞാൻ കണ്ട കാര്യം ഞാൻ നിങ്ങളോട് ഷെയർ ചെയ്യുകയാണ്. അപ്പോൾ വീഡിയോ നിങ്ങൾ ജസ്റ്റ് വാച്ച് ചെയ്യുക. ഓക്കെ, ഏകദേശം ആയ ബിറ്റ് അതിൽ തറയിൽ മണ്ണിൽ ഓൾറെഡി ഫില്ലായി വരുന്നുണ്ട്. ഇതിപ്പോൾ നിങ്ങൾ ആ കറുപ്പ് ട്യൂബ് നോക്കിയപ്പോൾ അത് വളരെ ഒട്ടിയിട്ടാണ് നിൽക്കുന്നത്. ഇത് ഇപ്പോൾ ഫില്ലായതിന് ശേഷം ഇവിടെയുള്ള ആൾ സിഗ്നൽ കൊടുക്കും. അപ്പുറത്തേക്ക് സിഗ്നൽ പാസ് ചെയ്യുന്നുണ്ട് കേട്ടോ. നോക്കിക്കോളിയാ, ആളിപ്പോൾ സിഗ്നൽ പാസ് ഓൾറെഡി പറഞ്ഞു കഴിഞ്ഞ ആൾ. ഇപ്പോൾ അവിടെ ഒരു ടാങ്കറും ഉണ്ട്. ടാങ്കറിൽ ഫുള്ള് കോൺക്രീറ്റും അതിൽ വേറെന്ത് മിശ്രിതം മിക്സ് ആക്കിക്കണമെന്നുള്ള എനിക്കറിയില്ല. അതുണ്ടാവാൻ സാധ്യത. കാരണം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇത് ഉപ്പ് കലർന്ന മണ്ണാണ്. അപ്പോൾ അതിനെ പ്രൊട്ടക്റ്റ് ചെയ്യാനുള്ള കെമിക്കലും കാര്യങ്ങളൊക്കെ ഈ കോൺക്രീറ്റിൽ ഉണ്ടാവാൻ സാധ്യത ഉണ്ട്. അപ്പോൾ ആൾ അവിടെ പറഞ്ഞ് ഓൾറെഡി അവിടെ പാസ് ചെയ്ത് കഴിഞ്ഞപ്പോൾ അവർ റെഡി ആയിട്ടുണ്ട്. ഇപ്പോൾ കോൺക്രീറ്റ് അതിലേക്ക് ആ മെഷീനറിയിലേക്ക് കൊണ്ട് നിൽക്കുന്ന സമയമാണ്. നിങ്ങൾ ഈ ട്യൂബ് ശ്രദ്ധിച്ചാൽ മനസ്സിലാവും, ഇതിൽ പ്രഷർ വരുന്നത് കാണാം. അത്യാവശ്യം നല്ല ആ കോൺക്രീറ്റ് മിക്സ് ചെയ്യുന്ന മെഷീനും അതിൻ്റെ പ്രഷറും കൂടിയിട്ട് ആണ് ഇതിലേക്ക് വരുന്നത്. ഇതിൻ്റെ ഉള്ളിൽ, ഈ ബിറ്റിൻ്റെ ഉള്ളിൽ ഒരു ദോരമുണ്ട്. ആ ദോരത്തിനുള്ളിൽ കൂടെ ഇങ്ങനെ അതിലേക്ക് ഇഞ്ചക്റ്റ് ചെയ്യുക ചെയ്യണത്. ഭൂമിയിലേക്ക് ഇതിങ്ങനെ ആ പ്രഷറിൽ ഇങ്ങനെ അത് വരാണ് ചെയ്യുന്നത്. ഇത് റിവേഴ്സ് വരുന്ന ആ സമയത്ത് ആദ്യം ദോരമുണ്ടാക്കിയ മണ്ണും കാര്യങ്ങളൊക്കെ ഇതിൻ്റെ കൂടെ തന്നെ പുറന്തള്ളും ചെയ്യും. ആ കോൺക്രീറ്റ് മണ്ണിലേക്ക് ഫില്ലാവുകയാണ് ചെയ്യുന്നത്. ആ തറയിൽ ആദ്യം ഉണ്ടാക്കിയ ആ ദോരത്തിൽ ആ കോൺക്രീറ്റ് ഫില്ലാവുകയാണ് ചെയ്യുന്നത്. നിങ്ങൾക്ക് ശ്രദ്ധിച്ചാൽ മനസ്സിലാവും കേട്ടോ. ഇതിങ്ങനെ റിവേഴ്സ് വന്നുകൊണ്ട് നിൽക്കുന്നുണ്ട്. ആ കോൺക്രീറ്റ് ആ പ്രോസസ്സിങ് 2 പ്രോസസ്സിങ്ങാണ് അവിടെ നടന്നുകൊണ്ട് നിൽക്കുന്നത്. നല്ല രീതിയിൽ തന്നെ അതിങ്ങനെ വരുന്നതിനനുസരിച്ചിട്ട് മണ്ണ് പുറന്തള്ളുന്നുണ്ട്. കോൺക്രീറ്റ് ആ ഭൂമിയിലേക്ക് ഫില്ലാവണമെന്നുണ്ട് കേട്ടോ. നല്ല രീതിയിൽ തന്നെ പ്രഷറുണ്ട് കേട്ടോ. ആ ട്യൂബിൽ കോൺക്രീറ്റ് ഇങ്ങനെ വന്നുകൊണ്ട് നിൽക്കുകയാണ്. അത് വേറെ തന്നെ ഒരു രീതിയിലുള്ളൊരു മെഷീനറിയാണ് അപ്പുറമുള്ളത്. ഒരു കോൺക്രീറ്റ് ചെയ്യുന്ന ടാങ്കറും ഉണ്ട്. അത് കൂടാതെ ഈ ട്യൂബിൽ കൂടെ അത് നല്ല രീതിയിൽ തന്നെ പ്രഷറിലോട് കൂടിയിട്ടാണ് ഇത് വരുന്നത് കേട്ടോ. ഇത് ഫില്ല് ചെയ്യണ മെഷീനിൽ തന്നെ ഇതിൻ്റെ ലിഫ്റ്റ് ചെയ്യാൻ പറ്റിയ അതിൻ്റെ കേബിളും കാര്യങ്ങളൊക്കെ ഇതിൻ്റെ കൂടെ തന്നെ കിട്ടും. ഇനി ഈ കമ്പിയൊക്കെ വലിക്കുന്നത് നിങ്ങൾക്ക് കാണാം. കമ്പി അവിടെ മുന്നേ ഇത് കുറേ ലോങ് ലൈനുള്ളത് അത് 5-6 എടുത്തെങ്ങാണ്ട് ഇതിൻ്റെ ഈ ഒരു മാർക്ക് ചെയ്ത പോയിൻറ്റിൻ്റെ അടുത്തേക്കായിട്ട് കൊണ്ടുവന്നിട്ടുണ്ട്. ഇനിയിപ്പോൾ ഇത് ഏകദേശം ഇത് റിമൂവായിട്ട് വരുന്ന സമയത്ത് നിങ്ങൾ ശ്രദ്ധിച്ചാൽ മനസ്സിലാവും, കോൺക്രീറ്റും അതിൻ്റെ കൂടെ തന്നെ പുറന്തള്ളണ കാണാം. ഇതൊക്കെ ഞാൻ ഈ പ്രോസസ്സിങ് ഇങ്ങനെ കണ്ട് മനസ്സിലാക്കിയതാണ് കേട്ടോ. അല്ലാതെ എനിക്ക് മുന്നേ ഇത് കണ്ടിട്ടുള്ള
യാതൊരു പരിചയം ഇതൊന്നുമില്ല. ഇതൊരു ആകാംക്ഷയുടെ പുറത്തെടുത്ത വീഡിയോ മാത്രമാണ്. അപ്പം എന്തെങ്കിലും തെറ്റുകുറ്റങ്ങൾ പിന്നെ എനിക്ക് ഇതിനെ പറ്റിയിട്ട് ഞാൻ ഇതിനെ പറ്റിയിട്ട് യാതൊരു ദീർഘവീക്ഷണം ഇല്ലാത്ത ആളാണ്. അപ്പോൾ എന്തെങ്കിലും തെറ്റുകുറ്റങ്ങളുണ്ടെങ്കിൽ ക്ഷമിക്കുക. ഓക്കെ, ഇതെന്താണെന്നുള്ളത് ജസ്റ്റ് നിങ്ങളിലേക്ക് പറഞ്ഞു തരാം, അത്രേ ഉള്ളൂ. ആ ബിറ്റ് ഏകദേശം പൂർണ്ണമായിട്ടും വെളിയിലേക്ക് വന്നുകൊണ്ട് നിൽക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ അതിൻ്റെ ഫൈനൽ ആവാനായി. നിങ്ങൾക്ക് ശ്രദ്ധിച്ചാൽ മനസ്സിലാവും. മണ്ണും അതിൻ്റെ കൂടെ ചെറിയതായിട്ട് വെള്ളത്തിൻ്റെ അംശമുണ്ട്. ഭൂമിയിൽ ഓൾറെഡി വെള്ളത്തിൻ്റെ അംശമുള്ള ഭൂമിയാണ്. എൻ്റെ മുന്നത്തൊരു വീഡിയോ ഉണ്ട്, അതിൽ നിങ്ങൾക്ക് നോക്കിയാൽ മനസ്സിലാവും. ഒരു 3-4 മീറ്റർ കുഴിച്ച് കഴിഞ്ഞാൽ തന്നെ 4 ഭാഗത്തുനിന്ന് വെള്ളം വരും കേട്ടോ. ഏകദേശം അതിൻ്റെ ആ സ്പോട്ട് കഴിഞ്ഞ് ഒരു നിർത്തല്ല, അത് ഓൾറെഡി ഇങ്ങനെ റിങ് ചുറ്റും കൊണ്ട് നിൽക്കുന്നുണ്ട്. നിങ്ങൾക്കിപ്പോൾ കോൺക്രീറ്റ് ഇപ്പോൾ പുറന്തള്ളണ കാണാം കേട്ടോ. ഉണ്ടോ? കോൺക്രീറ്റ് അതിൻ്റെ ഉള്ളിൽ കൂടെ പുറന്തള്ളുന്നുണ്ട്. അതിന് ശേഷം ഈ മെഷീനറി വെച്ചിട്ട് തന്നെ അവർ സിഗ്നൽ കൊടുക്കും അവിടെ ഓഫാക്കാൻ വേണ്ടിയിട്ട്. ഓഫാക്കിയതിന് ശേഷം ആ മുന്നിലുള്ള മണ്ണ് ഈ ഇതുണ്ടല്ലോ, ഈ മെഷീനറി കൊണ്ട് ആ മണ്ണ് തള്ളുന്നുണ്ട്. നല്ല മൂർച്ചയുള്ള ബ്ലേഡ് തന്നെ തോന്നുന്നു. ആ പ്രതലം ക്ലീൻ ആക്കിയതിന് ശേഷം പിന്നെ റിവേഴ്സ് പോയതിന് ശേഷം അവിടെ നിന്ന് ആ കമ്പി അതിൽ ലിഫ്റ്റ് ചെയ്ത് കൊണ്ടുവരും. ശ്രദ്ധിച്ച് നോക്കിയാൽ മനസ്സിലാവും. ആൾ പോകുന്നുണ്ട്. അതിൻ്റെ റോപ്പ് എടുത്തെങ്ങാണ്ട് അവിടെ ഒരു കെട്ടി വെച്ച കമ്പീൻ്റെ റിങ് ഉണ്ട്, അതെടുത്ത് കൊണ്ടുവരാണ്. 25 mm കമ്പി തോന്നുന്നത്, എനിക്ക് കറക്റ്റ് അറിയില്ല. ഞാൻ ഒരു ദൂരം നിന്ന് ഏകദേശം കണ്ടൊരിതാണ്. അവർ അപ്പുറം ലോങ്ങിലായിരുന്നുള്ളത്. ഇത് നല്ല രീതിയിൽ തന്നെ അത് ദൂരം പോകുന്നുണ്ട്. ഈ റോപ്പ് ഒരു 5-6 ഒപ്പരം വലിച്ചു കൊണ്ടുവന്നതാണിത്. അത് എടുക്കുന്നുണ്ട്. അതിൻ്റെ ഈ റിങ്ങിൻ്റെ താഴോട്ടൊക്കെ ആയിട്ട് നമ്മളൊരു ആണീൻ്റെ ഒക്കെ മാറ്റ ഷേപ്പാട്ടോ. എല്ലാം കമ്പി റിങ്ങാക്കിയിട്ട് തന്നെ കെട്ടിയിട്ടുണ്ട്, നല്ല രീതിയിൽ കെട്ടിയിട്ടുണ്ട്. ഫുള്ള് റിങ്ങാണ്. അതിങ്ങനെ എന്താ പറയുക, അതിൻ്റെ റൗണ്ട് ഇങ്ങനെ കുറഞ്ഞ് വരിക ചെയ്യുന്നത്. അതിനേപോലെ ആ പണിക്കാർ അവിടെ ഏകദേശം ഷവലുകൊണ്ടൊക്കെ ചെറിയ രീതിയിലൊക്കെ ക്ലീനാക്കി കൊടുക്കുന്നുണ്ട്. കമ്പി അതുകൊണ്ട് ലിഫ്റ്റ് ചെയ്തിട്ട് കറക്റ്റ് ആ സ്പോട്ട് അവർ കൂടുതൽ ലേബേഴ്സിന് കൂടുതൽ ഭാരമുള്ള പണിയില്ല, അധികം മിഷനറികൾ തന്നെയാണ് ഇതാക്കണം. പിന്നെ ഇവർ ഒക്കെ റെഡിയാക്കി കൊടുക്കണം. മിഷനറിക്ക് ചെയ്യണതിനൊരു പരിധി ഉണ്ടല്ലോ. അപ്പോൾ ഇത് കമ്പി ഇപ്പോൾ ഏകദേശം ലിഫ്റ്റ് ചെയ്ത് കഴിഞ്ഞ്. ഇതേപോലെ തന്നെ ഞാനൊരു ലോറിൻ്റെ ഇതും കണ്ടിട്ടുണ്ട് കേട്ടോ. ലോറിയിൽ ഇതേപോലത്തെ ലിഫ്റ്റ് ചെയ്യണ സാധനമൊക്കെ ഉള്ള അത് ഇതേ പ്രോസസ്സിങ് തന്നെയാണ് തോന്നുന്നത്. അവർ ആ കോൺക്രീറ്റിലേക്ക് ഭൂമിയിൽ ഇത് കോൺക്രീറ്റ് ഫില്ല് ചെയ്താട്ടോ. ഇപ്പോൾ അതിലേക്ക് ഈ കമ്പി ഇറക്കി കൊടുക്കുകയാണ്. സ്മൂത്തായിട്ട് തന്നെ കമ്പി പോകുന്നുണ്ട് കേട്ടോ. കൂടുതൽ ബലം പിടിക്കേണ്ട ആവശ്യമൊന്നുമില്ല. ജസ്റ്റ് എന്താ പറയുക, ആ ഒരു പ്രഷർ ഉണ്ടാവുമല്ലോ ഈ കമ്പി ഇതായിട്ട്. നമ്മളിപ്പോൾ ഒരു ചെളിയിലേക്ക് നമ്മൾ കൈ പൂഴ്ത്തി കഴിഞ്ഞാൽ എങ്ങനെ ഉണ്ടാവും, അതേ രീതിയിലുള്ള ഒരു പ്രഷർ ഉണ്ടെന്നുള്ളൂ. പക്ഷേ സ്മൂത്തായിട്ട് തന്നെ കമ്പി താന്ന് പോകുന്നുണ്ട്. അവർ എത്രത്തോളമാണ് ലിഫ്റ്റ് ചെയ്ത് അത് കുഴി കുഴിച്ചത്, അവരെത്രയാണ് കുഴി എടുത്തത്, ആ കുഴിയുടെ അത്ര ദൂരം മാത്രമേ പോകുന്നുള്ളൂ കേട്ടോ. അതിൽ ഒരടി താഴോട്ടൊന്നും പോകുന്നില്ല. അവർ കറക്റ്റ് എത്രയാണ് പുറത്ത് എത്രയാണ് ലെവല് വേണ്ടത്, ആ ലെവല് വരെ ആ കമ്പി നിലനിൽക്കുന്നുണ്ട് കേട്ടോ. നിങ്ങൾക്ക് കണ്ടാൽ മനസ്സിലാവും. വളരെ കോൺഫിഡൻറ്റോട് കൂടിയാണ് അതിൽ ജോലി ചെയ്യുന്നത്. ലേബറൊക്കെ അതിൻ്റെ മേലെ കയറി നിന്നുണ്ടില്ല നിങ്ങൾ. ഇവിടെ